നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ ചാനലാണ്. ഈ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ പറയുന്ന കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഇന്ന് കഥ നളചരിതം കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. നളചരിതം കഥ ആട്ടക്കഥയുണ്ട്. ആട്ടക്കഥ എന്ന് പറഞ്ഞാൽ കഥകളി 4 ദിവസം. നളചരിതം 1-ാം ദിവസം, നളചരിതം 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം. അപ്പോഴേ ആ കഥ പൂർത്തിയാവും. മഹാഭാരതത്തിലുള്ള ഒരു കഥയാണ് നളചരിതം. നളചരിതത്തിൻ്റെ 1-ാമത്തെ ദിവസത്തെ നമുക്കും 4 ദിവസമായിട്ട് ഈ കഥകൾ പറയാം. അതിൽ ആദ്യത്തെ ദിവസത്തെ കഥ ഞാൻ ഇന്ന് പറയട്ടെ. നളചരിതം 1-ാം ദിവസം. അതാണ് ഈ കഥ. നോക്കൂ, നളൻ എന്ന പേരായ ഒരു രാജാവുണ്ടായിരുന്നു. നമ്മുടെ ഭാരതം ഭരിച്ചിരുന്ന പല ചെറു രാജ്യങ്ങളായിരുന്നല്ലോ അതിലൊരു വിഭാഗം ഭരിച്ചിരുന്ന ഒരു നല്ല രാജാവായിരുന്നു നളൻ. അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ട്. അദ്ദേഹത്തിനൊരു സഹോദരനുണ്ട്, പുഷ്കരൻ എന്നാണ് പേര്. നളന് എന്തൊക്കെ നല്ല സൗശീല്യങ്ങളുണ്ടോ അതിനെല്ലാം വിപരീതമായ ദുശ്ശീലങ്ങളുള്ള ഒരാളാണ് പുഷ്കരൻ. അങ്ങനെ നളനെ ഒരു വിധത്തിലും അനുസരിക്കില്ല, ദ്വേഷങ്ങൾ ചെയ്ത് അങ്ങനെ ജീവിക്കുകയാണ്. ആ സമയത്ത് തൊട്ടടുത്ത രാജ്യത്തെ രാജകുമാരിയാണ് ദമയന്തി. ആ ദമയന്തിയെ പറ്റി ഒരു ഹംസം എന്ന് പറഞ്ഞാൽ ഒരു അരയന്നം, അവിടെയുള്ള ഒരു അരയന്നം നളൻ്റെ രാജധാനിയിലെ പൂങ്കാവനത്തിൽ വന്നിരുന്നു. എന്നിട്ട് ദമയന്തിയുടെ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ വർണ്ണിക്കും. ഇവിടെ നിന്ന് അത് വർണ്ണിച്ച് കേട്ടപ്പോൾ നളമഹാരാജാവ് ഇങ്ങനെ കേൾക്കുകയാണ്. കുറേ ദിവസമായി തൊട്ടടുത്ത അടുത്ത രാജ്യത്തെ രാജകുമാരി ദമയന്തി കണ്ടിട്ടൊന്നുമില്ല അവർ തമ്മിൽ. എന്നാലും ഈ വർണ്ണന കേട്ട്, ഈ അരയന്നത്തിൻ്റെ വർണ്ണന കേട്ട്, ഹംസത്തിൻ്റെ വർണ്ണന കേട്ട് നളന് ദമയന്തിയെ കാണാനായിട്ടൊരു മോഹം. അതുപോലെ തന്നെ ഈ ഹംസം എന്ത് ചെയ്തു? നളൻ്റെ രൂപഗണങ്ങൾ, നളൻ്റെ ശരീര സൗന്ദര്യം, നളൻ്റെ സൗശീല്യങ്ങൾ, എത്ര നല്ല യോദ്ധാവാണ് അദ്ദേഹം, പട നയിച്ച് ശത്രുക്കളെയൊക്കെ തോൽപ്പിക്കുന്ന കഥകൾ, ഇങ്ങനെ വീരകഥകൾ, ആ നളൻ്റെ കാര്യങ്ങളെല്ലാം ദമയന്തിയുടെ രാജ്യത്ത് ചെന്ന് ദമയന്തിയോടും പറയും. അപ്പം എന്താ, നളനെ കണ്ടിട്ടില്ലെങ്കിലും ഈ ഹംസത്തിൻ്റെ പറയൽ കേട്ട്, വിശദീകരണം കേട്ട് ദമയന്തിക്കും നളനോട് എന്തെന്നില്ലാത്തൊരു പ്രേമം അങ്ങോട്ട് മുട്ടിട്ടു. അതുപോലെ തന്നെ നളന് ദമയന്തിയെ കാണണം, പോകണം, അടുത്ത രാജ്യത്തേക്ക് പോകണം, എപ്പോഴാണ് ദമയന്തിയുടെ സ്വയംവരം എന്നറിയണം എന്നൊക്കെയുള്ള ആഗ്രഹം നളനും ഉണ്ടായി. അങ്ങനെ ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹമായിട്ട് ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഒരു തിരുവാതിര പാട്ടുണ്ട്. ആ തിരുവാതിര പാട്ടിൽ പറയുന്നത് എന്താണെന്നറിയാമോ? മന്നവ മകുടമാണേ നളനാമധേയരെന്നൊരു രാജനുണ്ട്. അതായത് നളനാമധേയം, നളനെന്ന് നാമധേയമുള്ള ഒരു രാജാവ് ഉണ്ട്. അയാൾ മന്നവ മകുടമാണേ, രാജാക്കന്മാരിലെല്ലാം വെച്ച് മകുടമാണെന്ന് വെച്ചാൽ കിരീടമുള്ളവനാണെന്ന് വെച്ചാൽ എല്ലാവരെക്കാളും യോഗ്യനാണ് എന്നാണ് ആ തിരുവാതിര പാട്ട്. കുട്ടിക്കാലത്തൊക്കെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ അരയന്നത്തിനോട് നളന് വല്ലാത്തൊരു ആദരവ് തോന്നി. ദമയന്തിയെ പറ്റിയുള്ള വിവരങ്ങൾ പറഞ്ഞു. ഒരു ദിവസം പറഞ്ഞു, ദമയന്തിയുടെ സ്വയംവരം നടക്കാൻ പോവുക, ദേവന്മാർ പോലും വരും ദമയന്തിയെ വിവാഹം കഴിക്കാൻ. ദമയന്തിക്കാണെങ്കിൽ ആരെയാണാവോ ദമയന്തി സ്വയംവരം എന്ന് പറഞ്ഞാൽ എന്താ, അവനവർക്ക് ഇഷ്ടമുള്ള ഒരു പന്തലിൽ രാജാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തർ വന്ന് സിംഹാസനത്തിൽ ഇരിക്കും. കൂടെ അവരുടെ
തോഴന്മാരൊക്കെ ഉണ്ടാവും, സഖാക്കളൊക്കെ ഉണ്ടാവും. മന്ത്രിപുത്രന്മാരോ അങ്ങനെ തോഴന്മാരായിട്ടുള്ളൊരു വിദൂഷകന്മാരുണ്ട്. അവർ പറയും, ഇത് ഇപ്പോഴത്തെ ഇത് അയോധ്യയിലെ രാജാവാണ്, രാജാവിന് ഇന്ന സ്ഥലം തൊട്ട് ഇന്ന സ്ഥലം വരെ അതിരുകളുള്ള വലിയൊരു സാമ്രാജ്യമുണ്ട്, അദ്ദേഹം നല്ലൊരു യോദ്ധാവാണ്, ഇത്ര അശ്വപ്പടയുണ്ട്, ഇത്രമാത്രം രഥങ്ങളുണ്ട്, ആനപ്പടയുണ്ട്, കാലാൾപ്പടയുണ്ട് എന്നൊക്കെ പറഞ്ഞ് രാജാവിനെ അങ്ങോട്ട് പുകഴ്ത്തും. അപ്പോൾ സ്വയം ഒരു മാലയും കൊണ്ട് ഇങ്ങനെ നടന്നു വരും ഈ രാജകുമാരി. ഈ രാജാവിൻ്റെ വീരഗണങ്ങളൊക്കെ തൊട്ട് തനിക്ക് ഭർത്താവായിട്ട് ഇദ്ദേഹത്തെ മതിയെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് മാലയിടും. അതാണ് രാജകുമാരിയുടെ സ്വയംവരം. തന്നെത്താൻ ഇഷ്ടമുള്ളവരെ വരിക. അപ്പം അങ്ങനെ ദമയന്തി ഇങ്ങനെ ധാരാളമായിട്ട് നളനെ പറ്റി കേട്ടിട്ടുണ്ട്. നളനാണെങ്കിൽ ദമയന്തിയെ പറ്റിയും കേട്ടിട്ടുണ്ട്. ഈ ഹംസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ദൂത് പോയിരുന്നത് ഇവർക്ക്. അങ്ങനെ ദമയന്തിയുടെ സ്വയംവരം നിശ്ചയിച്ചു പോകുന്നു. ഒരുപാട് ദേവന്മാർ, ദേവകുമാരന്മാർ, രാജകുമാരന്മാർ, ദേവന്മാരൊക്കെ വന്നു. സ്വയംവര മണ്ഡപത്തിൽ പലരും ഇരുന്നു. ദമയന്തി ഭരണമാല്യം കൊണ്ട് ഇങ്ങനെ നടന്നു വന്ന പലരുടെയും കഥകൾ കേട്ട് എന്തിനു പറയണു, നള മഹാരാജാവിൻ്റെ അടുത്ത് തോന്നി. ഇദ്ദേഹം അയോധ്യയിലെ രാജാവാണ്. നളൻ്റെ രാജ്യത്തിൻ്റെ പേര് അയോധ്യ എന്ന് കേട്ടോ. അയോധ്യ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? യുദ്ധമില്ലാത്ത സ്ഥലം. അപ്പോൾ നളൻ്റെ രാജ്യത്ത് യുദ്ധമൊന്നുമില്ല, വളരെ സമാധാനമുള്ള രാജ്യം. അപ്പോൾ ആ തോഴി പറഞ്ഞു, ദമയന്തിയുടെ തോഴി പറഞ്ഞു കൊടുത്തു, ഇദ്ദേഹം നളരാജകുമാരനാണ്, യുവാവാണ്, ഇദ്ദേഹം വളരെ സുന്ദരനാണ്, മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ രാജ്യം അയോധ്യയാണ്. യുദ്ധം എന്ന് പറയുന്നത് ആ രാജ്യത്തില്ല, എപ്പോഴും സമാധാനം കളിയാടുന്നു, ഖജനാവൊക്കെ നിറഞ്ഞ് കഴിഞ്ഞൊഴുകുക. ചതുരംഗപ്പടയുണ്ട് ഇദ്ദേഹത്തിന്. എന്താ ചതുരംഗപ്പട എന്ന് പറഞ്ഞാൽ? കാലാൾപ്പട, രഥങ്ങൾ, ആനകൾ, കുതിരപ്പട, രഥം കൊണ്ടുള്ള പട, ആനപ്പട, കാലാൾപ്പട, 4 ഉള്ളതാണ് ചതുരംഗപ്പട. ചതുരംഗപ്പട ഉണ്ടെന്നേ നള മഹാരാജാവിന്. ഇങ്ങനെ നളൻ്റെ വർണ്ണനയൊക്കെ കേട്ടപ്പോൾ ദമയന്തിക്ക് ഹംസം എന്നോട് പറയാറുള്ളത് ഈ രാജകുമാരൻ്റെ കാര്യമല്ലേ? ഇത്ര സുന്ദരനായ രാജകുമാരൻ എന്തെല്ലാം കഴിവുള്ള ആളാണ്. നളപാകം എന്ന് പറഞ്ഞാൽ പാചകത്തിന് തന്നെ അദ്ദേഹത്തിന് പ്രത്യേക ഒരു കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് പാചകം ചെയ്ത നളപാകം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ശുദ്ധമായ പാകം. അങ്ങനെയുള്ള രാജകുമാരനായത്. ദമയന്തി ഒട്ടും മടിച്ചില്ല. വരണമാല്യം നളമഹാരാജാവിൻ്റെ കഴുത്തിലേക്ക് കൂടി അങ്ങോട്ട് ഇട്ടു. എന്ന് പറഞ്ഞാൽ ദേവന്മാരെയും മറ്റ് രാജകുമാരന്മാരെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് നളനെ ഭർത്താവായി ദമയന്തി സ്വീകരിച്ചു. അങ്ങനെ നളനും ദമയന്തിയും കൂടി നളൻ്റെ രാജധാനിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പം സഹോദരനായ പുഷ്കരന് ഒന്നും പറയണ്ട. പുഷ്കരൻ്റെ കാര്യം എന്തെന്നില്ലാത്ത അസൂയയി തൻ്റെ സഹോദരനായ നളന് ഭൂലോകസുന്ദരി ദമയന്തിയെ വിവാഹം ചെയ്തു കൊണ്ടുവരുന്നത്. അതുപോലെ ദേവന്മാർക്കും ഒക്കെ ദേഷ്യമായി. ഈ കലി എന്ന് പറയുന്നത്, കലി ആരെ ബാധിച്ചാലും ദൂഷ്യമാണ്. അവർക്ക് കഷ്ടതരമാണ് കാര്യങ്ങൾ. കലിക്ക് വസിക്കാവുന്ന ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ ഏതാണെന്ന് വെച്ചാൽ, ഒന്ന് ചതുരംഗം കളിക്കുന്ന വീട്, ഭവനം ഏതാണോ അവിടെ കലി വാഴും. സ്ത്രീകൾ സച്ചരിതരല്ലാതെ നടത്തുന്ന വ്യഭിചാരം നടത്തുന്ന വീടുകളിൽ കലി വന്നു വാഴും. പിന്നെ സ്വർണം കൂട്ടി വച്ചിരിക്കുന്നിടത്ത് കലിയുടെ സാന്നിധ്യം ഉറപ്പാണ്. നശിക്കുള്ളൂ അവിടെ കലി വന്ന് കയറി കഴിഞ്ഞാൽ. പിന്നെയും കലി മദ്യപാനമുള്ള വീടുകൾ, മദ്യപിക്കുന്ന പുരുഷന്മാരുള്ള ഭവനം, അതേതായാലും ശരി അവിടെ കലി വന്നു വാഴും. പിന്നെ കൊലപാതകം നടക്കുന്ന വീടുകൾ, പരസ്പരം സഹോദരങ്ങൾ തമ്മിൽ, ചേട്ടാനിയന്മാർ തമ്മിൽ കലഹിച്ച്, അച്ഛനും മക്കളും തമ്മിൽ കലഹിച്ച് വധം നടക്കുന്ന സ്ഥലങ്ങൾ, അവിടെയും കലി വരും. കലി ബാധിച്ചിട്ടാണ് കൊലപാതകം നടക്കുന്നത് തന്നെ. ഇങ്ങനെയുള്ള കലി
നളമഹാരാജാവിനെ ഒന്ന് പ്രാപിക്കാനായിട്ട് അങ്ങോട്ട് തീരുമാനിച്ചു. കലി എന്ന് പറയുന്നത് ഒരു ദേവൻ തന്നെയാട്ടോ. കശ്യപ പ്രജാപതിക്ക് മൂർത്തി എന്ന് പറയുന്ന ഒരു പുത്രിയിൽ ദക്ഷ പ്രജാപതിയുടെ 13 കന്യകമാരെ വെളികഴിച്ചു. അതിലെ ഒരു കന്യകയാണ് മൂർത്തി. ആ മൂർത്തി എന്ന് പറയുന്ന കന്യകയിൽ ജനിച്ച പുത്രനാണ്, 15ാമത്തെ പുത്രനാണ് കലി. ആ കലിക്ക് മൂർത്തിയല്ല കേട്ടോ, മുനി എന്നു പേരുള്ള ഒരു കന്യകയ്ക്ക്, ദക്ഷ പ്രജാപതിയുടെ മകളാണ് മുനി. ആ കശ്യപ പ്രജാപതിക്ക് മുനിയിലുണ്ടായ 15ാമത്തെ പുത്രനാണ് കലി. ആ കലിയുടെ പേര് ഏതൊരു വ്യക്തിയെയും കലി ബാധിച്ചിട്ടുണ്ടെങ്കിൽ നാശാണ് ബല. നമ്മൾ തമ്മിൽ വർത്താനം പറയല്, എനിക്ക് കലി വന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നിട്ട് പാടില്ല. ദുഷ്പ്രവർത്തികൾ ചെയ്യാനുള്ള പ്രേരണ നൽകുന്ന ഒരു ദേവൻ തന്നെയാണ് കലിയുഗം. കലിയുടെ കലിയാണ് അവിടെ സ്ഥാനത്ത് ഒന്നാമനായിട്ട് പൊങ്ങി നിൽക്കുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കലിയുഗമാണ്. ആ കലിയാണ് ഇവിടുത്തെ ത്രേതായുഗത്തിൽ ശ്രീരാമൻ, ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ എന്നതുപോലെ കലിയുഗത്തിൽ കലിയാണ് മുഖ്യനായിട്ട് വന്നിരിക്കുന്നത്. ഈ കലി നളമഹാരാജാവിനെ പ്രാപിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. അവരെ ഭാര്യയും ഭർത്താവിനെയും നളനെയും ദമയന്തിയും തമ്മിൽ തെറ്റിക്കാൻ, അവരെ വേർപിരിയാനായിട്ട്, രാജ്യത്ത് നാശനഷ്ടം വരാനായിട്ട്, അതുപോലെ രാജ്യത്തെ സമ്പത്തൊക്കെ ഒഴുകിപ്പോവാൻ, നശിച്ചു പോകാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. അതിനു വേണ്ടിയിട്ട് പുഷ്കരൻ്റെ ദേഹത്തിൽ അങ്ങോട്ട് കയറി. പുഷ്കരൻ ആരാ? കലിയുടെ സഹോദരൻ. ആ പുഷ്കരൻ്റെ ദേഹത്തിൽ കയറി എങ്ങനെ നളരാജാവിനെ തോൽപ്പിക്കാം എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്തോ നളമഹാരാജാവും ദമയന്തിയും വളരെ സുഖമായിട്ട് രാജ്യഭാരം നടത്തിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എങ്ങനെയാണ് ഈ കലി നളരാജാവിനെ പ്രാപിച്ചത്, നളരാജാവിൻ്റെ ദേഹത്തിലേക്ക് കയറിയത് എന്ന കഥ ഞാൻ നാളെ പറയാം. ഇന്നിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ദമയന്തിയുടെ സ്വയംവരം നടന്നു. നളമഹാരാജാവിനെ ദമയന്തി രാജാവായി സ്വീകരിച്ചു. അവർക്കിടയിൽ നിന്ന് പരസ്പരം സ്നേഹം പകർന്ന് അവരെ തമ്മിൽ അങ്ങുമിങ്ങും മോഹം ഉദിപ്പിച്ചത് ഹംസമാണ്. 2 രാജ്യത്തേക്കും പറന്നുപോയി. നളനോട് ചെന്ന് ദമയന്തിയെ പറ്റി വർണ്ണിക്കും, ദമയന്തിയുടെ അടുത്ത് ചെന്നിട്ട് നളനെ പറ്റി വർണ്ണിക്കും. ഇങ്ങനെ ദൂതുപോയി, ഹംസം ദൂതുപോയി. ഒടുവിലെ ദമയന്തിയുടെ സ്വയംവരത്തിൽ നളമഹാരാജാവിനെ ദമയന്തി മാലയിട്ട് ഭർത്താവായിട്ട് സ്വീകരിച്ചു. ഇനി നളനെ ഉപദ്രവിക്കാൻ, നളൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ, രാജാവിനെ രാജ്യം വേർപിരിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. 12 കൊല്ലം അവർ ഒരുമിച്ച് ജീവിച്ചു. അപ്പൊക്കെ തരം നോക്കി നിന്നു കലി. പക്ഷെ കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷേ ആ കഥ പിന്നെ നളരാജാവിൻ്റെ ദേഹത്ത് കലി കയറി. ആ കഥ ഞാൻ നാളെ പറയാം. ഇന്ന് ഇവിടെ നിർത്തുകയാണ്. നളചരിതം 1-ാം ദിവസം ഇവിടെ നിർത്തുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.